നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ഡിവൈഡറിൽ ഇടിച്ച് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞു. ഒരു മരണം, 26 പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. മരിച്ചത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നിർണായക തെളിവുകൾ. ഇൻവോയ്സ് ഇല്ലാതെ വീണ CMRൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന് EDയുടെ കണ്ടെത്തൽ. CMRൽ കള്ളപ്പണം വെളുപ്പിച്ചതിനും തെളിവ്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ കൈപ്പറ്റിയത് 45 ലക്ഷം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ED ചോദ്യം ചെയ്തേക്കും. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27ാം വാർഷികം സമുചിതമായി ആചരിച്ച രാജ്യം. വിജയാഘോഷ ചടങ്ങുകൾ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ. പുഷ്പചക്രമർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അനുസ്മരിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. കോഴിക്കോട് പേരാമ്പ്രയിൽ ലഹരിക്കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരെ പിരിച്ചുവിട്ടു. BRC അധ്യാപികമാരായ കീർത്തനയും കാവ്യയും ലക്ഷങ്ങളുടെ MDMA ഇടപാട് നടത്തിയിരുന്നതായി പോലീസ്. നീതിക്കായുള്ള തങ്ങളുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുകയും വിമർശിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ് അഭിജിത് ദീപ്കെ. ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായാൽ 3 മാസത്തിനകം അന്വേഷണവും വിചാരണയും ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ പ്രതിപക്ഷം പിന്തുണയ്ക്കും. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി കമ്മീഷൻ. വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ കൈമാറില്ലെന്ന നിലപാടിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ PSC. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ഡിവൈഡറിൽ ഇടിച്ച് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞു. ഒരു മരണം, 26 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയാണ്. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, വലിയ അപകടമാണ് നടന്നിരിക്കുന്നത് കുറ്റിപ്പുറത്ത്. എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയായിരുന്നു? എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്? മായ രാവിലെ 10:45 കുറ്റിപ്പുറത്തെ നടുക്കിക്കൊണ്ട് ദേശീയപാതയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ദേശീയപാതയിൽ നിന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ എന്ന് പറയുന്ന സ്വകാര്യ ബസ്സാണ് കുറ്റിപ്പുറത്ത് വെച്ചിട്ട് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്നു ബസ്. അതിനുശേഷം അമിത വേഗതയിലായ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഈ സമയത്ത് അവിടെ നേരത്തെ അപകടത്തിൽപ്പെട്ട ഒരു കാറുണ്ടായിരുന്നു. ആ കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. തലകീഴായ മറിഞ്ഞ ബസ് 2ആയി മുറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഈ ഭാഗം കുറ്റിപ്പുറത്ത് ദേശീയപാതയിലെ ഈ ഭാഗം ഒരു അപകട മേഖലയാണ്. ഇവിടെ നേരത്തെ നിരവധി തവണ ദേശീയപാതയുടെ പുനർനിർമ്മാണത്തിന് ശേഷം വലിയ തോതിൽ അപകടമുണ്ടായിരുന്നു. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് അപകടമുണ്ടായത്. എന്തായാലും നാട്ടുകാർ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറ്റിപ്പുറത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ കുറ്റിപ്പുറം സ്വദേശി മണി ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഏകദേശം ഒരു 10:30 കൂടിയിട്ടാണ് സംഭവം നടക്കുന്നത്. ചെറിയൊരു ചാറ്റൽമഴ ഉണ്ടായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് നിന്നാണ് ഈ ബസ് വരുന്നത്. അമിത വേഗതയിലാണ്. റൈറ്റ് സൈഡിലുള്ള ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം ആ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തിട്ട് ഈ ഡിവൈഡറിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ആദ്യം ഇടിച്ചു. വണ്ടി അതിനോട് മറിഞ്ഞ് ഇതിൻ്റെ ചേസും അതുപോലെ ടോപ്പ് രണ്ട് ഭാഗമായി. ഈ ഭാഗമായ സമയത്ത് ഇതിൽ ഒരാൾ തല നമ്മുടെ ഈ സർവീസിൻ്റെ ഒരു പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ഒരു കുറ്റിയുണ്ട്, അതിൻ്റെ ഒരു ബോൾട്ടിൽ തലയിടിച്ച് അങ്ങനെ ആൾ മരണപ്പെട്ട് പുറത്ത് വീണ്. ഒരാളതിൽ നമ്മളെ ഈ അരഭാഗത്ത് കമ്പി കുടുങ്ങിയിട്ട് ടൈറ്റായിട്ടിരിക്കണം. കാരണം അയാൾക്ക് ശ്വാസം ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരുന്നു ഉണ്ടായത്. ബാക്കിയുള്ള ആളുകളെല്ലാം ഫ്രണ്ടിലൂടെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. ഈ ആൾ മാത്രം അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ മാക്സിമം നമ്മൾ 10-20 മിനിറ്റോളം നമ്മൾ ശ്രമം നടത്തിയിട്ടും കിട്ടാതായപ്പോഴാണ് ഫയർഫോഴ്സ് എത്തിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ആൾ പുറത്തെടുത്തുള്ളത്. ആ സമയത്ത് ആൾ അവശനായ ഒരു അവസ്ഥയിലേക്കാണ് പോയിരുന്നത്. എന്തായാലും നമുക്ക് ആ മരണപ്പെട്ട ആൾ നമ്മൾ തൊട്ടടുത്ത് കിടക്കുകയാണ്. അയാൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം ഇയാളെ പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ ഇൽഫോർട്ട് നമ്മൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഏകദേശം ഒരു 10-25 ആളുടെ മേലെ ബസ്സിൽ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓവർ സ്പീഡായിരുന്നു ബസ്. എന്തായാലും ഭയങ്കര സ്പീഡ് കൂടുതലാണ്.
ബസ് സ്പീഡ് കൂടുതലാണ്. അത് മാത്രമല്ല നമുക്ക് മാക്സിമം കുട്ടികളൊന്നും വണ്ടിയിൽ ഉണ്ടായിട്ടില്ല, മുതിർന്നവർ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ ഡ്രൈവറുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഏകദേശം മുഖമൊക്കെ കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട്. അല്ലാതെ വേറെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ അപകടം ഡെത്തായാലും പിന്നെ 4 ആൾക്ക് ഏകദേശം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്, കോട്ടക്കൽ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ നമ്മുടെ ഹിൽഫോർട്ട് ഹോസ്പിറ്റലിലും ഡെത്തായ ആൾ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. മായ, ഇത്തരത്തിലാണ് അപകടം ഉണ്ടായതായി ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ മേഖല സ്ഥിരം ഒരു അപകട മേഖലയാണ്. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് മാത്രമാണ് അപകടത്തിൻ്റെ തോത് വളരെ കുറഞ്ഞത്. കോഴിക്കോട് പെരുവേൽ സ്വദേശിയായ ആളാണ് മരിച്ചത്, യുവാവാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമാണ്. ഈ പരിക്കേറ്റവരെ കുറ്റിപ്പുറത്തെയും അതുപോലെ എടപ്പാളിലെയും കോട്ടക്കലയിലുമെല്ലാം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. നമ്മൾ കണ്ട ഒരു ദൃശ്യം, ടയറൊക്കെ വളരെയധികം തേഞ്ഞു പോയ ഒരു ഇതായിരുന്നു. ദേശീയപാതയിലൂടെ അതിവേഗത്തിൽ പോകുന്നൊരു ബസ് ഉപയോഗിക്കേണ്ട ടയർ അല്ല അത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതെല്ലാം അന്വേഷണത്തിൽ കൂടി മാത്രമേ പുറത്തു വരാനാവുള്ളൂ. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 3 പേരെ നില ഗുരുതരമാണ്, ബാക്കിയുള്ളവർ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മായ, അരവിന്ദൻ, മനസ്സിലാക്കാനാവുന്നത് ഇത് മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഡേഞ്ചർ സോണാണ്. ഇത് അറിഞ്ഞിട്ടും അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സാധാരണ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരം മേഖലകളിലൊക്കെ ഒരു ബോർഡൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണോ? അത്തരത്തിൽ മുന്നറിയിപ്പുകളൊന്നും ഇവിടെയില്ല. സർവീസ് റോഡ് ദേശീയപാതയിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണ്. അതുപോലെ കുറ്റിപ്പുറം പാലം, റെയിൽവേ മേൽപ്പാലത്തിന് ഇരു വരി മാത്രമാണ് അവിടെയുള്ളത്. ഈ ഭാഗത്ത് ഇടതുഭാഗത്ത് ഈ 2 വാഹനങ്ങൾക്ക് പോകാൻ മാത്രമുള്ള ഒരു വഴിയാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ 3 വരിയിലൂടെ വരുന്ന വാഹനവും അതുപോലെ തന്നെ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനവും ഇവിടെ എത്തുമ്പോൾ 2 വരിയിലേക്ക് ചുരുങ്ങി പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അവസരത്തിൽ തന്നെ അമിത വേഗതയിൽ എത്തിയൊരു ബസ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം ഏറെയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയായിരുന്നു നേരത്തെ ഒരു കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഇവിടെ നിരന്തരം നാട്ടുകാർ ദേശീയപാത അതോറിറ്റിയോടും അതുപോലെ തന്നെ മറ്റ് അധികാരികളോടും എല്ലാം പരാതിപ്പെടുന്നുണ്ട്. വാഹന ഉടമകളും മറ്റും പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും അധികൃതരുടെ അശ്രദ്ധ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മായ, ശരി, അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. കുറ്റിപ്പുറത്ത് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഇനി മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇഡിക്ക് ഇൻവോയ്സ് ഇല്ലാതെ വീണ CMRൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. CMRൽ കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചതിനും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കേസിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്തേക്കും. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വീണ ടി 45 ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇൻവോയ്സ് നൽകുന്നതിനു മുൻപാണ് പണം കൈമാറിയത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണമുണ്ട്. ഈ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. അഡ്ജുക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CMRലിന്റെ തട്ടിപ്പ് രീതികളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും പിന്നാലെ പണം പിൻവലിച്ച് CMRലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നതാണ് ശശിധരൻ കർത്തയുടെ രീതി. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനും ലഭിച്ചിരുന്നു. 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRൽ നടത്തിയിട്ടുള്ളത്. CMRൽ കമ്പനിയിൽ നിന്ന് കർത്തയുടെ കുടുംബസ്ഥാപനമായ നിപുണയിലേക്ക് പണം കൈമാറിയതിനും തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. 90 കോടി രൂപ ഇത്തരത്തിൽ നിപുണയിലേക്ക് മാറ്റിയെന്നാണ് കണ്ടെത്തൽ. കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും ഇഡി നീക്കം നടത്തുന്നുണ്ട്. വീണയുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയേക്കും. അമൃത ന്യൂസ്, കൊച്ചി. സമരം അവസാനിപ്പിച്ചതോടെ ജന്തർ മന്ദറിലെ വേദി ഒഴിഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ. സമരത്തെ പിന്തുണച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ഇതൊരു തുടക്കം മാത്രമാണെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയോടെ ജന്തർ മന്ദിറിലെ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ മടങ്ങി. പോലീസും NDMC അധികൃതരും സമരവേദിയും ജന്തർ മന്ദിറിലെ അധിക സുരക്ഷാ ക്രമീകരണങ്ങളും നീക്കം ചെയ്തു. സമരത്തിന് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും അവരെ സല്യൂട്ട് ചെയ്യുന്നതായും CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണെന്നും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും അഭിജിത്ത് പറഞ്ഞു. I would like to thank each and every supporter of the Cockroach Janata Party spread across India. കോക്രോച്ച് പാർട്ടി മുൻപോട്ട് വെച്ച മറ്റാവശ്യങ്ങളിൽ സർക്കാരുമായി ചർച്ച തുടരും. അതേസമയം BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നരേന്ദ്രമോദി മുട്ടുമടക്കിയെന്ന് KC വേണുഗോപാൽ MP. പ്രധാനമന്ത്രി 2 വീഡിയോ കൊടുത്തല്ലോ എന്നും മൂക്കിന് താഴെ നടന്ന ക്രൂരമായ വിദ്യാർത്ഥി വേട്ടയിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യം ആഗ്രഹിക്കുന്നത് അതാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പെല്ലറ്റ് ഉപയോഗിച്ചത്? ഇതിന് ഉത്തരം നാളെ പാർലമെന്റിൽ പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യത്തിന്റെ ധീരതയുടെ പ്രതീകമാണ് കാർഗിൽ വിജയമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടത്തി ഭീകരരെ അയക്കുന്ന തിരക്കിലാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം കാർഗിലിൽ സൈന്യം പ്രകടിപ്പിച്ച വീര്യം എന്നെന്നും രാജ്യത്തിന് അഭിമാനമായി നിലനിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാർഗിൽ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ ഓർമ്മയിലാണ് രാജ്യം. വീരമൃത്യു വരിച്ച സൈനികരെ ആദരിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ദ്രാസിൽ സൈനികർക്ക് ആദരമർപ്പിച്ചു. കാർഗിൽ യുദ്ധസ്മാരകത്തിന്റെ ഡിജിറ്റൽ പോർട്ടൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. സൈന്യത്തിന്റെ ധീരതയുടെ പ്രതീകമാണ് കാർഗിൽ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടത്തി ഭീകരരെ അയക്കുന്ന തിരക്കിലാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വയ്ക്കുന്ന പാക് അധിനിവേശ ജമ്മു കശ്മീരിനെ കുറിച്ച് മാത്രമാണ് ഇനി ചർച്ചയെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയെയും പാകിസ്ഥാനെയും നമ്മൾ വേർതിരിച്ച് കാണുന്നില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വ്യക്തമാക്കിയതായും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. ऑपरेशन सिंदूर ने यह साफ कर दिया है कि भारत को आतंकवाद के सहारे डराने का सपना देखने वालों का अब अंजाम क्या होगा। भारत पाकिस्तान के हर मिस एडवेंचर का जवाब उसकी कल्पना से कहीं अधिक कठोर तरीके से देने की क्षमता रखता है. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തെ ദ്രാസിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിച്ചു. മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവത്യാഗം ചെയ്ത ധീരന്മാരെ രാജ്യം എന്നും ഓർമ്മിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു. കാർഗിലിൽ സൈന്യം പ്രകടിപ്പിച്ച വീര്യം എന്നെന്നും രാജ്യത്തിന് അഭിമാനമായി നിലനിൽക്കുമെന്ന് സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അവരുടെ അചഞ്ചലമായ ദേശസ്നേഹവും സമർപ്പണവും വരും തലമുറകൾക്ക് പ്രചോദനമേകുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ യുവാക്കൾ കരുത്തുകാട്ടുകയാണെന്ന് മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അനുസ്മരിച്ച പ്രധാനമന്ത്രി വൺ റൈഡ്, വൺ നാഷൻ, വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി ദേശീയ യുദ്ധസ്മാരകം, കാർഗിൽ യുദ്ധസ്മാരകം വരെയുള്ള ബൈക്ക് യാത്രയെക്കുറിച്ചും പറഞ്ഞു. എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിലെ സ്കൂളിലെ സംസ്കൃതം ക്ലബിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ പരിചയപ്പെടുത്തി. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിച്ചതും മോദി ചൂണ്ടിക്കാട്ടി. കൈത്തറി മേഖലയെ പരാമർശിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ കുത്താമ്പള്ളി കൈത്തറി, കസവ് തുണിത്തരങ്ങളെക്കുറിച്ചും പരാമർശിച്ചു. कुछ छोटे प्रयास ऐसे भी होते हैं जो बहुत मायने रखते हैं. मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहाँ के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे
तरीके से संस्कृत को लोकप्रिय बना रहे हैं। इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है। इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है। इससे सीखने में आनंद मिलता है, साथ ही खेलों से लोगों का जुड़ाव भी बढ़ता है। കോഴിക്കോട് വടകര MDMA കേസിൽ അധ്യാപികമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്ത്. ലഹരി സംഘം സാമ്പത്തിക ഇടപാടുകൾക്കായി സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കേസിൽ ഇതുവരെ 2 അധ്യാപികമാരാണ് അറസ്റ്റിലായിട്ടുള്ളത്. സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന മറ്റൊരു അധ്യാപികയും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഈ വിഷയത്തിൽ BRCയിലെ താൽക്കാലിക ജീവനക്കാരായ 2 അധ്യാപകന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? BRCയിലെ 2 അധ്യാപികമാർക്കാണ് ഈ MDMA കേസിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ മാസം 11-ാം തീയതിയായിരുന്നു ഈ കായിക അധ്യാപികയായിരുന്ന കീർത്തനയെ പിടികൂടിയിരുന്നത്. ഇവരായിരുന്നു ഈ ഒരു ലഹരി മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്കായിരുന്നു മെയിൻ ആയിട്ട് ലഹരിയുടെ ഈ പണം എത്തിയിരുന്നത്. ഇവരിൽ നിന്നും ഈ പണം നേരിട്ട് പോയ മറ്റൊരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് ഉടമയായ കാവ്യ എന്ന അധ്യാപികയാണ് നിലവിൽ ഇന്നലെ പിടികൂടിയിരിക്കുന്നത്. കീർത്തനയാണ് MDMA ആവശ്യക്കാർ കീർത്തനയുടെ അക്കൗണ്ടിലേക്കായിരുന്നു പണം എത്തിച്ചു നൽകിയിരുന്നത്. ഈ പണം കീർത്തന കാവ്യ എന്ന ടീച്ചറുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഈ കാവ്യ ഇന്നലെ പിടിയിലായിരിക്കുന്നത്. കീർത്തനയ്ക്ക് ഈ ഒരു കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നേരത്തെ ഇവരെ കുടുക്കിയിരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കാവ്യയും പിടികൂടിയതോടെ 2 അധ്യാപകരാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഇവർ ഇരുവർക്കും MDMAയുടെ കണ്ണികളായി ഇരുവരും പ്രവർത്തിക്കുകയാണെന്നുള്ള തെളിവുകളാണ് വടകര പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിവരം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു കേസിൽ തന്നെ ഇവർ നിരവധി തവണ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കീർത്തനയെ ചോദ്യം ചെയ്തതിലൂടെയാണ് നിലവിൽ കാവ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇടപാടുകാർ നേരിട്ട് കീർത്തനയെ ബന്ധപ്പെടുകയും കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുകയും തൊട്ടു പിന്നാലെ MDMA എത്തിക്കുന്ന കേന്ദ്രത്തിന്റെ വിവരങ്ങൾ കീർത്തന കൈമാറുകയുമായിരുന്നു. ഇങ്ങനെയായിരുന്നു ഈ ഒരു കണ്ണികൾ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത്. ഇതിനിടെയാണ് കാവ്യയെ കൂടി ഈ ഒരു അക്കൗണ്ടിൽ നിന്നും പണം എത്തിയ കാവ്യയെ കൂടി പോലീസ് പിടികൂടുന്നത്. ഇതിനു പുറമെ ഒരു അധ്യാപികയ്ക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഇവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്കറിയാം, എല്ലാവർക്കും മാതൃകയാവേണ്ട 2 അധ്യാപികമാരാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതികളായിരിക്കുന്നത്. തൊട്ടു പിന്നാലെ മറ്റ് അധ്യാപികർക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളൊരു വിഷയം ആശയത്തിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇരുവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നുള്ള വിവരമാണ് ലഭിച്ചിരുന്നത്. നേരത്തെ കേസിൽ കീർത്തനയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം കാവ്യയെയും മാറ്റി നിർത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇരുവരും താൽക്കാലിക ജീവനക്കാരായിരുന്നു BRCയിലെ. നരേന്ദ്രമോദി മുട്ടുമടക്കിയെന്ന് KC വേണുഗോപാൽ MP. പ്രധാനമന്ത്രി 2 വീഡിയോ കൊടുത്തല്ലോ എന്നും മൂക്കിന് താഴെ നടന്ന ക്രൂരമായ വിദ്യാർത്ഥി വേട്ടയിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും വേണുഗോപാൽ. രാജ്യം ആഗ്രഹിക്കുന്നത് അതാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പെല്ലറ്റ് ഉപയോഗിച്ചത്? ഈ ഉത്തരം നാളെ പാർലമെന്റിൽ പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും യുവതയുടെയും അചഞ്ചലമായ പോരാട്ടത്തിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടവും കൂടിയായപ്പോൾ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു, വിളിച്ചു. അപ്പോൾ നാളെ ഇനിയിപ്പം അവർ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പരീക്ഷാ രീതികൾ കുറ്റമറ്റതാക്കാനും കുറച്ചുകൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചുകൊണ്ടുള്ള ബില്ല് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബില്ലിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, നാളെ മുതൽ അങ്ങോട്ടുള്ള പാർലമെൻറ്റ് സ്ട്രാറ്റജി എങ്ങനെ തീരുമാനിക്കണം എന്നാലോചിക്കാൻ നാളെ രാവിലെ 9:45 കാർഗേജിയുടെ മുറിയിൽ യോഗം വിളിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്ത്. അവിടെ ജൻസി സമരം വിജയിപ്പിച്ച പ്രേരക ശക്തി ഇന്ത്യ മുന്നണിയെന്ന് മന്ത്രി K മുരളീധരൻ. പാറ്റ സമരവും മറ്റു പല സമരങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. യുവാക്കളുടെ മുന്നേറ്റം അംഗീകരിക്കണം. ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നു. നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ പാറ്റ വീണിരിക്കുകയാണ് എന്നും മുരളീധരൻ പറഞ്ഞു. വിദ്യാർത്ഥി സമരങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഞങ്ങൾ
സർക്കാർ രൂപീകരണത്തിന് ശേഷം ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ തീരുമാനം കാത്തിരിക്കുന്നത് നിർണായക വിഷയങ്ങളിലാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വെപ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള അനുമതിയും PM ശ്രീ പദ്ധതിയുടെ ഭാവിയും പ്രധാന ചർച്ചാ വിഷയമാണ്. വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിലാണ് UDF യോഗം. ഘടകകക്ഷികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് UDF യോഗം ചേരുന്നത്. സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ UDF ഏകോപന സമിതിയിൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ വീതം വെപ്പാണ് മുഖ്യ അജണ്ട. ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകുന്ന കാര്യവും UDF യോഗത്തിൽ പ്രധാന ചർച്ചയാകും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളിലും കോൺഗ്രസിനുള്ളിലും വ്യത്യസ്ത അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതും യോഗത്തിൽ മുഖ്യ അജണ്ടയാണ്. PM ശ്രീയിൽ പ്രതിപക്ഷമായിരുന്നപ്പോഴേ നിലപാടിൽ നിന്നും സർക്കാർ പിന്മാറിയിരുന്നെങ്കിലും പദ്ധതിയിൽ LDF ഒപ്പിട്ടതിനാൽ ഇത് തുടരേണ്ട സാഹചര്യമാണ്. ഇതുകൂടാതെ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ നടത്തിപ്പിന്റെ പുരോഗതിയും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ UDF ചെയർമാൻ ആയതിനു ശേഷം നടക്കുന്ന ആദ്യ യോഗത്തിന് ക്ലിഫ് ഹൗസാണ് വേദിയാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് വാഗ്ദാനം ചെയ്ത കേസിലെ പ്രതികളെ കോഴിക്കോട്ട് എത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെയാണ് സൈബർ പോലീസ് കോഴിക്കോട് എത്തിച്ചത്. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെയാണ് സൈബർ പോലീസ് കോഴിക്കോട് എത്തിച്ചത്. പ്രതികൾക്ക് 21 വയസ്സ് മാത്രമാണ് പ്രായം. കോഴിക്കോട് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. വിദ്യാ ബാലകൃഷ്ണൻ MLAയ്ക്ക് പുറമെ തട്ടിപ്പു സംഘം MP-മാരായ ഷാഫി പറമ്പിലിനെയും ഡീൻ കുര്യാക്കോസിനെയും ബന്ധപ്പെട്ടതായി വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും. ഈ മാസം 6-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വയനാട് MP-യുടെ ഓഫീസിൽ നിന്നും രാജ്കുമാർ എന്ന ആളാണെന്ന് പരിചയപ്പെടുത്തിയാണ് വിദ്യാ ബാലകൃഷ്ണൻ MLAയെ തട്ടിപ്പ് സംഘം സമീപിച്ചത്. വാട്സപ്പ് കോൾ ചെയ്യുകയായിരുന്നു പ്രതികൾ. പ്രിയങ്ക ഗാന്ധി MP-യുടെ വയനാട്ടിലെ ഓഫീസുമായും പാർട്ടി ആസ്ഥാനമായും ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ഫോൺ വിളി ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് MLA സൈബർ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. പകർച്ചവ്യാധി പിടിയിൽ നിന്നും മുക്തി നേടാതെ സംസ്ഥാനം. 11,232 പേർക്കാണ് ഇന്നലെ പനി ബാധിച്ചത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പനിബാധിതർ ഉള്ളത്. സംസ്ഥാനത്ത് 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ജൂലൈ മാസത്തിൽ ഇതുവരെ 116 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 23 പേർക്ക് ഇന്നലെ എലിപ്പനി ബാധിച്ചു. ഇന്നലെ ഡെങ്കിപ്പനി മൂലം ഒരാളും എലിപ്പനി ബാധിച്ച് 2 പേരും മരിച്ചു. 310 പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നുണ്ട്. പകർച്ചവ്യാധിക്ക് എതിരെ സർക്കാർ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ സൈബർ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായി. പാലക്കാട് സ്വദേശി അയ്യൂബാണ് പിടിയിലായത്. കൊച്ചി തൃക്കാക്കരയിൽ വീണ്ടും വൻ ലഹരിവേട്ട. 11.50 ഗ്രാം MDMA-യുമായി കളമശ്ശേരി സൗത്ത് സ്വദേശിയായ EK യുനൈസ് എന്ന ആളെ തൃക്കാക്കര പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടുകയായിരുന്നു. കാക്കനാട് പാലച്ചുവട് നിന്നാണ് പ്രതിയെ പോലീസ് സംഘം സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. കൈവശമുണ്ടായിരുന്ന ഫ്ലാസ്കിൽ പ്രത്യേകം അറയുണ്ടാക്കി രഹസ്യമായി സൂക്ഷിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. പ്രതി വിൽപ്പനയ്ക്കായി 20 ഗ്രാമോളം MDMA കഴിഞ്ഞ ദിവസം വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും 17.72 ഗ്രാം MDMA-യുമായി ഇയാളെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൃശൂർ മാപ്രാണത്ത് ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന വയോധികനെ യുവാക്കൾ മർദ്ദിച്ചു. കളപ്പുരയ്ക്കൽ വീട്ടിൽ രാജൻ എന്ന ആളെയാണ് കടയിലെത്തിയ 2 യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചത്. സിഗരറ്റ് ചോദിച്ച് എത്തിയ യുവാക്കൾ സിഗരറ്റ് ഇല്ല എന്ന മറുപടിയിൽ പ്രകോപിതരായി കട ഉടമയെ മർദ്ദിക്കുകയായിരുന്നു. ഇവർ ലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആക്രമണത്തിനിടെ രാജന്റെ കഴുത്തിലെ മാല ഇവർ പൊട്ടിച്ചു. പിന്നീട് നാട്ടുകാരുടെ ഇടപെടലിലൂടെ ഏറെ നേരത്തെ ശ്രമഫലമായാണ് മാല തിരികെ ലഭിച്ചത്. ഇരിങ്ങാലക്കുട പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. ബസ്സുകൾ ലീസിനെടുക്കാനുള്ള നീക്കം ആളുകൾക്ക് നല്ല സർവീസ് നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ബസ് വാടകയ്ക്ക് നൽകാൻ ആളില്ല. ശബരിമലയിലേക്കും ഈ രീതി പരീക്ഷിക്കും. സ്വകാര്യവൽക്കരണം എന്ന് പരാതിയുള്ളവർ അങ്ങനെ പറയട്ടെ, അതിനെ തടസ്സപ്പെടുത്താനില്ല എന്നും CP ജോൺ പ്രതികരിച്ചു. നല്ല ബസ്സുകൾ, കഴിയുന്നതും എയർ കണ്ടീഷൻ ബസ്സുകൾ എടുത്ത്
ഇന്ന് സ്വകാര്യ മേഖലയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3000 രൂപ 4000 രൂപയൊക്കെയാണ് 1500 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബസ്സുകൾ നോക്കി. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബസ് എടുക്കുന്നു എന്നുള്ളതല്ല. അതുകൊണ്ട് ബസ്സുകൾ തരാൻ തയ്യാറുള്ള ആളുകളോട് ഞാൻ ഈ മാധ്യമത്തിൽ കൂടെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ഡിവൈഡറിലിടിച്ച് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞ് ഒരു മരണം, 26 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി വൈഷ്ണവാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജർമ്മനിയിലെ ബെർലിൻ പ്രൈഡ് റാലിക്കിടെ വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി ഒരാൾ കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന വെളുത്ത നിറത്തിലുള്ള വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇയാളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയുടെ ചിത്രം ജർമ്മൻ പോലീസ് പുറത്തുവിട്ടു. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക വിരാമമെന്ന് സൂചന. തുടർച്ചയായ 13 ദിവസത്തെ ആക്രമണത്തിന് ശേഷം കൂടുതൽ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച അനുമതി നൽകിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പോരാട്ടം കടുപ്പിക്കാതെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാനാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് വിവരം. ചെങ്കടലിൽ പുതിയ പോർമുഖം തുറക്കുമ്പോഴും ഇറാനുമേൽ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചാണ് അമേരിക്ക നയതന്ത്ര ചർച്ചകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനിടെ അമേരിക്കയുടെ 11 പോർവിമാനങ്ങൾ തകർത്തെന്ന് ഇറാൻ, 200 US സൈനികർ കൊല്ലപ്പെട്ടുവെന്നും IRGC അവകാശപ്പെട്ടു. വാഗമണിലെ കയ്യേറ്റം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒഴിപ്പിച്ചുവെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഒഴിപ്പിക്കലിനെതിരെ ആരും രംഗത്തു വന്നില്ലെന്നും കയ്യേറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇനിയും അവിടെ നോട്ടീസ് കൊടുത്ത കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. റിസോർട്ടുകൾ നമ്മുടെ നാട്ടിലെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ റിസോർട്ട് വരുന്നതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പുതിയ സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തതിനാൽ വഖഫ് ബോർഡ് PM ശ്രീ വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2 വിഷയങ്ങളിലും നടപടി തുടങ്ങിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരിക്കുമ്പോഴാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് വിഷയത്തിൽ സർക്കാർ നയപരമായ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും മറ്റു കാര്യങ്ങളിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. സംബന്ധിച്ച് പാർലമെന്റിലും പുറത്തുകൊടുത്ത ആ സമീപനത്തിന് എതിരായ ഒരു സ്റ്റാൻഡ് നയപരമായി ആരും എടുത്തിട്ടില്ല. പിന്നെ കോടതിയിലുണ്ടായ സംഭവവികാസങ്ങളാണ്. അത് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വനിതകളുടെ ഭാരോദ്വഹനം 49 കിലോഗ്രാം മത്സരത്തിൽ മീരാബായ് ചാനു ഇന്ന് മത്സരത്തിന് ഇറങ്ങും. വൈകിട്ട് 5:30 ഫൈനൽ. ആർട്ടിസ്റ്റിക്, ജിംനാസ്റ്റിക്, നീന്തലിൽ പുരുഷന്മാരുടെ റിലേ, ബൗൾസ് തുടങ്ങിയവയിലും ഇന്ത്യയ്ക്ക് ഇന്ന് മത്സരങ്ങളുണ്ട്. 12 സ്വർണവുമായി ഓസ്ട്രേലിയയാണ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.